ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അയില മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അയില നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം. അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ക്ലീനൊക്കെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് കഴുകി ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ മീനൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കൊടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 3 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാവേ. അപ്പോൾ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം ഇന്ന് എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സവാള എടുത്തിരിക്കുന്നത്. അപ്പം ഇഞ്ചി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ബാക്കി സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി മാത്രമാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തത്. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പം 1-ാം പാൽ 2-ാം പാലൊന്നും മാറ്റുന്നില്ല, ഒറ്റ പ്രാവശ്യം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ നമ്മൾ കൊടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി കൂടി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചാറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ നല്ലപോലെ കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് അയില കറി വെക്കുന്നതാണോ ഇഷ്ടം, അതോ തേങ്ങ അരച്ച് വെക്കുന്നതാണോ? അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.